ഈ മാസം എന്ന് പറയുന്നത് ഓൺലൈൻ സെയിൽസുകളുടെ കാലമാണ്. ആമസോണിന്റെ സെയിൽ, ഫ്ലിപ്കാർട്ടിന്റെ സെയിൽസ് തുടങ്ങി ഇഷ്ടംപോലെ സെയിൽസുകൾ നടക്കുന്നുണ്ട്. ഈ സെയിൽസിനൊക്കെ ഭയങ്കര ഓഫേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞ് യൂട്യൂബേഴ്സ് വീഡിയോ ഇടുന്നുണ്ട്. ഫിലിം നടന്മാരെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിക്കുന്നുണ്ട്. ന്യൂസ് പേപ്പറിൽ ഉൾപ്പെടെ നമുക്ക് പരസ്യം കാണാൻ സാധിക്കുന്നതാണ്. പറയുന്നതിലൊക്കെ വലിയ സത്യാവസ്ഥ ഉണ്ടോ? അതും നമ്മളെ വെറുതെ പറ്റിക്കുന്നതാണ്. ഇങ്ങനെ പറയാനൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് തൊട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇതിലൊക്കെ സെല്ലേഴ്സ് ഈ സെയിൽസ് തുടങ്ങുന്നതിന് 3-4 ദിവസം മുൻപ് ഈ സാധനത്തിൻ്റെയൊക്കെ വില കൂട്ടിയിടും. അപ്പം നമ്മൾ അന്ന് കയറി നോക്കുമ്പോൾ ഇതിന്റെ വില ഭയങ്കര കൂടുതലായിരിക്കും. എന്നാൽ സെയിൽസ് വരുന്ന സമയത്ത് ഈ പ്രൈസ് കുറയും. അപ്പോൾ നല്ലതൊരു വില കുറഞ്ഞിട്ടുണ്ട് എന്നാൽ അങ്ങ് മേടിച്ചേക്കാൻ നമ്മൾ മേടിക്കും. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഈ ഉടായ്പ മെത്തേഡിലൂടെ മേടിപ്പിക്കും. അപ്പം നമുക്ക് ഈ ഉടായ്പ കണ്ടുപിടിക്കാനുള്ള ഏക മെത്തേഡ് എന്ന് പറയുന്നത് ഈ പ്രൈസിന്റെ റിയാലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ്. അല്ലാണ്ട് നമുക്ക് സെല്ലേഴ്സിനോട് പറയാൻ പറ്റില്ല ഇങ്ങനെ ചെയ്ത് ഇത് തെറ്റാണ്, അവന്മാർ കേൾക്കാനും പോകുന്നില്ല. അപ്പം ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സാധനം ലാപ്ടോപ്പിലും ഫോണിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഞാൻ പറഞ്ഞു തന്നെയായിരിക്കും. ആദ്യം തന്നെ ഞാൻ ലാപ്ടോപ്പിലായിരിക്കും പറയുന്നത്, കാരണം അതിലാണ് കുറച്ചും കൂടി ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ എളുപ്പമായ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് തുടങ്ങാം. അതിനുവേണ്ടി നിങ്ങൾ ബൈഹക്ക് എക്സ്റ്റൻഷൻ എന്ന് ക്രോമിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്രോം വെബ് സ്റ്റോർ കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ആഡ് ടു ക്രോം കൊടുക്കുക. ഇത് നിങ്ങൾ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മൊബൈൽ ആൻഡ് ടാബ്ലറ്റ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ അതാണ് എടുക്കുന്നത്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് മുകളിലായിട്ട് ഇൻക്രീസിൻ്റെയും ഡിഗ്രീസിൻ്റെയും ചിഹ്നം കാണിക്കുന്നു. ചുവന്നതായിട്ടും പച്ചയായിട്ടും അതിലേതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എത്ര രൂപയാണ് കുറഞ്ഞത്, അതുപോലെ തന്നെ എത്ര രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇതിൽ ചുവപ്പ് എന്ന അർത്ഥം കൂടിയെന്നും പച്ച എന്ന അർത്ഥം കുറഞ്ഞു എന്നാണ്. ഇതിൽ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും എത്ര പെർസെൻറ്റേജ് വരെ പൈസ കൂടിയിട്ടുണ്ട് എന്നുൾപ്പെടെ. ഇനി നമുക്ക് ഐഫോൺ എടുത്ത് നോക്കാം. ഐഫോൺ എടുത്ത് അതിൻ്റെ സൈഡിൽ നിങ്ങൾക്കൊരു ചിഹ്നം കാണിക്കും. അതിലൊക്കെ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വർഷത്തെ പ്രൈസിൻ്റെ ഹിസ്റ്ററി മൊത്തം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസ്, കൂടിയ പ്രൈസ്, അതുപോലെ തന്നെ ഈ പ്രൈസസ് ഉണ്ടാകുന്ന വ്യത്യാസം കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് ദിവസം മുൻപ് അതിൻ്റെ വില കുറവായിരുന്നു, എന്നാൽ ഇവർ സെയിൽസ് തുടങ്ങുന്നതിന് മുൻപ് അവർ പൈസ കൂട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്കിയുള്ള വെബ്സൈറ്റുകൾ എത്ര രൂപയ്ക്കാണ് ഈ സാധനങ്ങൾ വിൽക്കുന്നതെന്നും നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഫോണിൽ ചെയ്യാം. അതിന് നിങ്ങൾ ബൈ ഹത്ക് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഏത് സാധനമാണ് സെർച്ച് ചെയ്യേണ്ടത് വെച്ചാൽ അത് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഐഫോൺ കിട്ടി. നമുക്ക് ഏതെങ്കിലും ഒരു ഐഫോൺ സെലക്ട് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് എങ്ങനെ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫ് കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഇറങ്ങിയ പാട് വില കുറഞ്ഞതും പിന്നെ അവന്മാർ വില കൂട്ടിയിട്ടതും. അതുപോലെ തന്നെ ബാക്കിയുള്ള സൈറ്റ്സുകൾ എത്ര രൂപയ്ക്കാണ് ഈ സാധനം വിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതിനും കാണാൻ സാധിക്കുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ഏതിനാണോ വില കുറവ് അതനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ യഥാർത്ഥ ഗ്രേറ്റ് ഡീൽസുകൾ ഏതൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.